അല്ലിക്കുട്ടൻ്റെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലിക്കുട്ടൻ രാവിലെ തന്നെ ചേച്ചിമാരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവളുമാരുടെ കട്ടിലേ കയറി കിടക്കുന്നത് കണ്ടോ. തലയണയിലൊക്കെ തലയൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് കിടക്കുവാണ്. ഇനിയിപ്പോൾ അവനിത് എന്നാ ബഹളം കേട്ടാലും അവൻ എഴുന്നേൽക്കുകയില്ല കേട്ടോ. ഞങ്ങളിവിടെ കിടന്ന് എന്നാ ബഹളം വെച്ചാലും അവൻ എഴുന്നേൽക്കുകയില്ല. ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് ചെറുതായിട്ടൊന്ന് നോക്കും ഇവിടെ എന്നാ പ്രശ്നം എന്നൊക്കെ. എന്നിട്ട് പിന്നെ ഒന്നും അറിയാത്ത പോലെ വീണ്ടും അവനങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുമേ. അവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് നോക്കും. പക്ഷേ പുറത്തുനിന്നൊരു സൗണ്ട്, ചെറിയ സൗണ്ട് കേട്ടാൽ മതി, അപ്പോഴേ അവൻ ചാടി എഴുന്നേൽക്കും കേട്ടോ. പിന്നെ കിടന്ന് ബഹളം വെക്കും. ഇതിപ്പം ഞങ്ങൾ എന്നാ ബഹളം വെച്ചാലും അവൻ എഴുന്നേൽക്കുകയില്ല. പിന്നെ ഇനി നാളെ മുതൽ ചേച്ചിമാർ രാവിലെ ഒന്നും എഴുന്നേൽക്കുകയില്ല. അവളുമാർക്ക് ഇനി 2-3 ദിവസം രാവിലെ എഴുന്നേൽക്കാതെ കൊണ്ട് നല്ല സുഖത്തിന് കിടന്നുറങ്ങാം. അല്ലിക്കുട്ടനും അവളുമാരുടെ കൂട്ടത്തിൽ കയറി കിടക്കും കേട്ടോ രാവിലെ. പിന്നത്തെ ചേച്ചിമാരെല്ലാം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ്റെ ജനലിക്കടെ പൂച്ചേനെ കാണാനായിട്ട് പോയി നിൽക്കുക കേട്ടോ. പൂച്ചയെ അവിടെ നിന്ന് അവനിട്ട് നോക്കുന്നുണ്ട്, അല്ലിക്കുട്ടൻ ഇവിടെ നിന്ന് അവനിട്ട് നോക്കുക. ഇങ്ങനെയാണ് ഇവരുടെ ആശയവിനിമയം ഇപ്പം നടക്കുന്നത് കേട്ടോ. പുറത്തേക്ക് ഇറക്കാൻ പറ്റിയല്ല അല്ലിക്കുട്ടനെ. അവന് പൂച്ച അപ്പം തന്നെ ഇവനെ വന്ന് ഓടിച്ചിട്ട് പഠിക്കുന്ന പോലെയാണ് കേട്ടോ. ഇവൻ്റെ പുറകെ നടന്ന് അടിക്കുക, എന്നതിനാണെന്നറിയത്തില്ല ഇവന് വെറുതെ അടിക്കുന്നത്. അതുകൊണ്ടിപ്പം ഞാൻ അല്ലിക്കുട്ടനെ ഇവനുള്ള സമയത്ത് പുറത്തേക്ക് ഇറക്കത്തില്ല കേട്ടോ. അപ്പോൾ ആഹാരമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനെ ഞാൻ അകത്തിട്ട് പൂട്ടിയേച്ചാ പൂച്ചയ്ക്ക് വല്ലതും കൊടുക്കുന്നത്. അവൻ്റെ നോട്ടവും ഇരിപ്പും കണ്ടോ. അവൻ ഈ ജനലിക്കടെ ഇടയ്ക്ക് അകത്ത് കയറും കേട്ടോ. അകത്ത് കയറിയിട്ട് അല്ലിക്കുട്ടനെ ഈ ജനലേൽ ഇവൻ തൂങ്ങിക്കിടക്കും പൂച്ച. എന്നിട്ട് അല്ലിക്കുട്ടനിട്ട് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് കട്ടിലേൽ എന്തോ ഒരു അനക്കം കേട്ടെ. അപ്പോൾ അല്ലിക്കുട്ടൻ ഇങ്ങനെ കീ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. എന്നാന്ന് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരുത്തൻ കട്ടിലേ കിടക്കുന്നു. അവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത് അവൻ പോവുക കേട്ടോ. പൂച്ചപ്പെണ്ണ് പോയി കഴിഞ്ഞപ്പോൾ അല്ലിക്കുട്ടനെ പേടിപ്പിക്കാനായിട്ട് വേറെ ആളെ കിട്ടി കേട്ടോ. വെല്ലുമിച്ചി അവിടെ പുല്ല് പറിക്കാനായിട്ട് വന്നാ പറമ്പില്. അപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ വെല്ലുമിച്ചിനെ പേടിപ്പിച്ചോണ്ടിരിക്കുക. വെല്ലുമിച്ചി ഏതാണ്ട് അവനോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ, ഞാൻ തലയെ തോർത്ത് കെട്ടിയാനാണോടാ നീ എന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ വെല്ലുമിച്ചി തോർത്തെല്ലാം അഴിച്ച് കൈ പിടിച്ചു കേട്ടോ. വെല്ലുമിച്ചിക്ക് അവനെ ഇഷ്ടപ്പെട്ട്. ഇടയ്ക്ക് വെല്ലുമിച്ചി പോകുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനോട് പറയും, എടാ ഞാൻ നിന്റെ ആൾക്കാരാടാ, നീ എന്നെ പേടിപ്പിക്കില്ലെന്നൊക്കെ പറയുവേ. ഇവിടുത്തെ വെല്ലിച്ചയുടെ അമ്മയാ കേട്ടോ. വെല്ലുമിച്ചി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പറമ്പിലെ പുല്ലൊക്കെ പറിക്കും കേട്ടോ. പറമ്പിലെ പുല്ലെല്ലാം പറിച്ച് തെങ്ങിന്റെ ചുവട്ടിലെല്ലാം ഇടും. വെല്ലുമിച്ചിക്ക് ഒരു നേരം പോക്കൊക്കെ വേണ്ടേ. ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെയാ വെല്ലുമിച്ചിയുടെ പണി. വെല്ലുമിച്ചിന്നത്തെ അല്ലിക്കുട്ടൻ വെറുതെ ഇരുന്ന് പേടിപ്പിക്കുക കേട്ടോ. വെല്ലുമിച്ചി അന്നേരം പറയുന്നുണ്ട്, നീ എന്നെ എത്ര പേടിപ്പിച്ചാലും ഞാൻ പേടിക്കുകയല്ലാന്നൊക്കെയാ വെല്ലുമിച്ചി അവനോട് പറയുന്നത്. പിന്നത്തെ ഇത് കഴിഞ്ഞ ദിവസം കാത്തു ചേച്ചി സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് എടുത്ത വീഡിയോ ആണ്. കാത്തു ചേച്ചി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനായിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക. കാത്തു ചേച്ചിയോട് ഞാൻ പറഞ്ഞെടി ഇങ്ങോട്ട് തിരിഞ്ഞേടി നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങോട്ട് നോക്കി ചിരിക്കുക. അല്ലിക്കുട്ടനെ തിരിച്ചു നിർത്തിയിട്ട് അവൻ നിൽക്കുകയല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ എന്റെ ഫോട്ടോ എപ്പോഴും എടുക്കണ്ടെന്നുള്ളതാന്ന് തോന്നുന്നത്. അവൻ കിടന്ന് പിടച്ചതേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇവരെ കണ്ടോണ്ട് നമ്മുടെ പൂച്ചപ്പെണ്ണ് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലിക്കുട്ടനത്തെ കാത്തു ചേച്ചി പിടിച്ച് മാറ്റുക കേട്ടോ, അല്ലെ അവള് നല്ല അടി കൊടുക്കും. കാത്തു ചേച്ചി മാറ്റുന്നതനുസരിച്ച് അല്ലിക്കുട്ടൻ അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുക. അല്ലിക്കുട്ടനാണെങ്കിൽ ഈ അടി കിട്ടിയാലൊന്നും അവൻ അറിയത്തില്ല കേട്ടോ. പിന്നെയും ഈ പൂച്ചയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. കാത്തു ചേച്ചി അവനോട് കൊഞ്ചി പറയുക, എടാ നിന്നെ അവള് ശരിയാക്കും, നീ ഇവിടെ ഇരുന്നച്ചാ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കണ്ട കേട്ടോ. അവന് പൂച്ചയുടെ അടി മേടിക്കണം. അവൻ കയറി പോകുന്ന സ്ഥലം കണ്ടോ ഇതിലെയാണ്. ഇങ്ങനെ ചെന്ന് അവന് പൂച്ചയോട് അടി മേടിച്ചാലേ അവന് സമാധാനമാവുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. ഇവർക്ക് പുസ്തകമൊക്കെ പൂജ വെക്കേണ്ട കാരണം അധികം വീഡിയോ ഒന്നും വൈകുന്നേരം എടുത്തില്ല. പിന്നെ ഉള്ള വീഡിയോ ഒക്കെ ഇട്ട് തട്ടിക്കൂട്ടിയൊക്കെ ചെയ്ത വീഡിയോ കേട്ടോ ഇത്. അപ്പം നാളത്തെ വിശേഷമായി നാളെ വരാം കേട്ടോ.